അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഞാനിവിടെ 2 ഓറഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഓറഞ്ച് എടുക്കുന്ന സമയത്ത് നല്ല ഫ്രഷ് ആയിട്ടുള്ള വാടാത്ത ഓറഞ്ച് നോക്കിയെടുക്കുക. ഓറഞ്ച് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം അതിന്റെ പുറം ഭാഗത്തുള്ള തൊലി ഉണ്ടല്ലോ, ഓറഞ്ചിന്റെ തൊലി ഒന്ന് ഗ്രേറ്ററിൽ വെച്ച് ഗ്രേറ്റ് ചെയ്തെടുക്കാം. വെള്ള ഭാഗമൊന്നും വരരുത്, എന്നാൽ പിന്നെ ഒരു കയ്പ്പ് രസം ഉണ്ടാവും. ഇപ്പൊ 2 ഓറഞ്ചിന്റെയും തൊലി ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂൺ ഓറഞ്ച് തൊലിയൊക്കെ ഗ്രേറ്റ് ചെയ്ത് കിട്ടുള്ളൂ. ഇനി ഓറഞ്ച് 2ആയിട്ട് മുറിച്ചിട്ട് ഇതിന്റെ നീരെടുക്കുക. മിക്സിയുടെ ജാറിലൊന്നും വെച്ചടിക്കരുത്, കൈ കൊണ്ട് നമ്മൾ നാരങ്ങയൊക്കെ പിഴിയുന്നത് പോലെ പിഴിഞ്ഞെടുക്കുക. ഹാൻഡ് സ്ക്യൂസറിൽ വെച്ചിട്ട് സ്ക്യൂസ് ചെയ്തെടുത്താലും മതി. എന്നിട്ട് അരിച്ച് വേണം എടുക്കാൻ. ഓറഞ്ച് ജ്യൂസ് പിഴിഞ്ഞെടുത്ത് അതിന്റെ നീര് എടുത്തിട്ടുണ്ട്, അരിച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ എല്ലാം ഇതേപോലെ നമ്മൾ വെള്ളമൊക്കെ കുടിക്കുന്ന ഈ ഗ്ലാസിന്റെ അളവിലാണ് എല്ലാം അളന്നെടുക്കുന്നത്. അളവ് കപ്പിൽ നമ്മൾ അളന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 250 ml കപ്പിന് 1 കപ്പാണ് അളവ്. ഇപ്പൊ ഞാനൊരു ഗ്ലാസ്സിൽ 1 ഗ്ലാസ് പഞ്ചസാര അളന്നെടുത്തിട്ടുണ്ട്. ഇതിന്റെ പകുതി പഞ്ചസാര മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. അപ്പൊ ഈ ഗ്ലാസിന്റെ പകുതി പഞ്ചസാര ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പകുതി നമുക്ക് മാറ്റി വെക്കാം. ഇനി പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം. അതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങൾ ചേർക്കാം. ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു 5 ഗ്രാമ്പു ചേർക്കാം, 3 ഏലക്ക അതിൻ്റെ തൊണ്ട് മാറ്റിയിട്ട് കുരു മാത്രം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ജാതിക്ക ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ ഒരു പകുതി ഭാഗം മതി, ചെറിയൊരു ജാതിക്കയാണ് എടുത്തിട്ടുള്ളത്. ഇടികല്ല് വെച്ചിട്ട് ഒന്ന് ഇടിച്ച് പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അതെല്ലാം കൂടിയിട്ട് ഒന്ന് നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് പൊടിച്ചിട്ടെടുക്കുക. ഇനി അടികട്ടിയുള്ള ഒരു കടായി എടുക്കുക. ഇതിലേക്ക് നമ്മൾ പൊടിച്ചെടുക്കാൻ എടുത്തിട്ട് ബാക്കി പകുതി പഞ്ചസാര ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഈ പഞ്ചസാര ഒന്ന് ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുക. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുക. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഒന്നും ചെയ്ത് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ കുറച്ച് സമയം. പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ ഗോൾഡൻ നിറം ആവുന്ന സമയത്ത് ഇളക്കി കൊടുക്കുക. ഇത്രയും പോരാ, ഈ ഒരു ഗോൾഡൻ നിറം പോരാ, കുറച്ചും കൂടെ ഒന്ന് ഡാർക്കായി കിട്ടണം. അത് ആ ഡാർക്ക് ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇതുപോലെ പതഞ്ഞ് വരണം. ഈ ഒരു സമയം ഫ്ലെയിം കുറച്ച് വെക്കുക, അല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടോ ഈ ഓറഞ്ച് ജ്യൂസ് ഇതിലേക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. ഒരു ഗ്ലാസ് ഓറഞ്ച് ജ്യൂസ് മുഴുവനും ഒഴിച്ചു കൊടുത്തു. ഒന്ന് തിളച്ച് വരട്ടെ. ഫ്ലെയിം മീഡിയത്തിൽ വെക്കാം. അപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, കട്ടകളൊന്നും ഇല്ല. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/2 ഗ്ലാസ് ഉണക്കമുന്തിരിയാണ്. കുരുവില്ലാത്ത ഉണക്കമുന്തിരി എടുക്കുക. ഓരോ ടേബിൾ സ്പൂൺ വീതം ട്യൂട്ടി ഫ്രൂട്ടി 3 കളറിലെയും ചേർത്ത് കൊടുക്കുക. 5 ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. കുറച്ച് കട്ടിയുള്ള ഈന്തപ്പഴം വേണം എടുക്കാൻ. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത ഈന്തപ്പഴം ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ചെറി ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറി ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച് ഓറഞ്ചിൻ്റെ തൊലി ഇതിലേക്ക് അങ്ങ് ചേർക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ എടുക്കാവുന്നതാണ്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ സാധാരണ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ സോക്ക് ചെയ്ത് 1-2 ദിവസം വെക്കൂലേ, ആ ഒരു ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഇതെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് വറ്റി പോകരുത്. ഇതുപോലെ ചെറിയ ഒരു ലൂസായിട്ട് വറ്റി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കുക. ഇതിൻ്റെ ചൂട് നന്നായിട്ടൊന്ന് മാറണം. അപ്പം നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ പോകുന്നത് ഇഡ്ഡലി ചെമ്പിലാണ്. അപ്പം ഫ്ലെയിം ഓണാക്കിയിട്ട് പാത്രം ഒന്ന് ചൂടാക്കുക. ഇതിലേക്ക് ഒരു 2 ഗ്ലാസ് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് എല്ലാ ഭാഗത്തും ഒന്ന് ആക്കി കൊടുക്കുക.
അപ്പോൾ 2 ഗ്ലാസ് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ കൈ വെച്ചിട്ട് ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഒരു 10 മിനിറ്റ് ഇത് നന്നായിട്ട് ചൂടാവണം. ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ, ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ ഇനി ഒരു ഇഡലി തട്ടെടുക്കുക. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്യാം. നിങ്ങൾ എണ്ണയാണ് ഇതിൽ ചേർക്കുന്നതെങ്കിൽ എണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കുക. ബട്ടർ ആണെന്നുണ്ടെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കുക. ഇനി ഡ്രൈ ആയിട്ടുള്ള ഒരു മിക്സിംഗ് ബൗളിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള കോഴിമുട്ട എടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. അപ്പോൾ മുട്ട ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കട്ടിയുള്ള നല്ല പുളിപ്പില്ലാത്ത തൈര് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മുട്ട അടിച്ച് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/2 ഗ്ലാസ് എണ്ണയാണ്. മണമില്ലാത്ത ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. എണ്ണയ്ക്ക് പകരം ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് അതിൻ്റെ ചൂട് മാറിയിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്കിതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതുപോലത്തെ ഒരു വിസ്ക് ഇല്ലാന്നുണ്ടെങ്കിൽ തടിത്തവി വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി. അപ്പോൾ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഒരു അരിപ്പ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഗോതമ്പ് പൊടിയിലാണ് ഈ കേക്ക് ചെയ്തിട്ടെടുക്കുന്നത്. അപ്പോൾ ഈ 1 ഗ്ലാസ് ഗോതമ്പ് പൊടിയിൽ നിന്നും 1 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി നമുക്ക് മാറ്റാം. ഇനി ബാക്കി ഗോതമ്പ് പൊടി അരിപ്പയിലേക്ക് ഇടാം. ഗോതമ്പ് പൊടിക്ക് പകരം മൈദ വേണമെങ്കിലും എടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം. സോഡാപ്പൊടിയാണ്. ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 നുള്ളു ഉപ്പ് ചേർത്തിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. ഇനി അരിച്ചെടുത്ത മാവ് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ കശുവണ്ടി പരിപ്പ് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് ഒരു ബൗൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കാണ് നമ്മൾ മാറ്റി വെച്ച 1 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ് ഞാൻ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ അങ്ങ് താഴെ പോയി അടിഞ്ഞു കിടക്കില്ല, എല്ലാം ഒരേ ലെവലിൽ കിടക്കും. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ തയ്യാറാക്കി വെച്ച ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്യാം. ഈ ബാറ്റർ ഒരുപാടങ്ങ് ലൂസായി പോകാൻ പാടില്ല, ചെറിയൊരു കട്ടിക്ക് വേണം റെഡിയാക്കി എടുക്കാൻ. ഇനി നമ്മൾ കശുവണ്ടി പരിപ്പ് മാവിട്ട് മിക്സ് ചെയ്ത് വെച്ചില്ലേ, അതും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മെല്ലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കിയ ബാറ്റർ എണ്ണ തടവി വെച്ച ഇഡലിയിലേക്ക് ഒഴിക്കാം. ഒരു 3/4 ഭാഗത്തോളം ഒഴിച്ചാൽ മതി. കേക്കിന്റെ ബാറ്റർ എല്ലാ കുഴികളിലും നിറച്ചിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ കശുവണ്ടി പരിപ്പ് വെച്ച് കൊടുക്കാം. ഉണക്ക മുന്തിരിൻ്റെ ഇടയിൽ വെക്കാം. അപ്പോൾ അതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 10 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഇഡലി ചെമ്പ് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഉപ്പിട്ട് വെച്ചിട്ടുള്ളതാണ്. തുറന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഇഡലി തട്ട് വെച്ച് കൊടുക്കാം. ആ ഹോളൊന്ന് ചരിച്ച് വെച്ച് കൊടുക്കുക, എന്നാൽ മാത്രമേ ആ ചൂട് കിട്ടുള്ളൂ. ഇതുപോലെ ലെവൽ ചെയ്ത് വെക്കാതെ ഒന്ന് ആ ഹോളൊന്ന് ഇതുപോലെ ഒന്ന് തിരിച്ച് വെച്ച് കൊടുക്കുന്ന സമയത്ത് രണ്ടും ഒരുപോലെ ബേക്കായി കിട്ടും. ഇനി ഒന്ന് മൂടി വെച്ച് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മൾ ഈ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് 35 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പൊ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് കൊണ്ട് ഇതിന്റെ നടുഭാഗത്തൊന്ന് കുത്തി നോക്കാം. അപ്പോൾ ടൂത്ത് പിക്ക് ക്ലിയർ ആയിട്ട് മാവൊന്നും ഒട്ടിപ്പിടിക്കാതെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കേക്ക് ബേക്ക് ആയിട്ടുണ്ട്. മാവ് ഒട്ടിപ്പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും 5 മിനിറ്റ് മൂടി വെച്ച് ബേക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് ചൂടല്ലേ, ഇഡലി ചെമ്പിൽ നിന്ന് നമുക്ക് ഈ തട്ടെടുത്ത് ചൂട് മാറാൻ വേണ്ടിയിട്ട് പുറത്തെടുത്ത് മാറ്റി വയ്ക്കാം.
താഴെയുള്ള തട്ടിലും കേക്ക് അടിപൊളിയായിട്ട് ഇതാ വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ കളറും കൂടി വന്നിട്ടുണ്ട്. പിന്നെ ഈ ഉപ്പ് കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഉപ്പ് നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും നമുക്ക് എടുക്കാവുന്നതാണ്. ഇപ്പൊ ഈ കേക്കിന്റെ ചൂടൊക്കെ നല്ലതുപോലെ മാറിയിട്ടുണ്ട്. ഒരു ദിവസം കഴിഞ്ഞിട്ടൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കളറും നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും. ഈ കേക്ക് ഇഡ്ഡലി തട്ടിൽ നിന്നും ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ ഇളക്കിയെടുക്കുക. ഓവനോ കേക്ക് ടിന്നോ ഒന്നുമില്ലാതെ ഇഡ്ഡലി തട്ടിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ പ്ലം കേക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. കഴിക്കാൻ വേണ്ടിയിട്ടും അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ ഇഡ്ഡലി തട്ടിൽ ഇതുപോലെ ഒരു പ്ലം കേക്ക് നിങ്ങൾ റെഡിയാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്